കേൾക്കുന്നു. അപ്പൊ ഇവിടെ ദ്വാ ചെയ്ത് കൊടുക്കുമ്പോ പുറത്തുനാട് വിളിച്ചു അയ്യാ. അപ്പൊ മക്കളോട് പറഞ്ഞു, ബാപ്പ പറഞ്ഞു മക്കളെ പോയി നോക്കാരും വന്നിട്ടുണ്ട്. കുട്ടികൾ പുറത്തു പോയി നോക്കും, കുറെ മനുഷ്യന്മാർ വന്നിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ബാപ്പ ആള് കുറയുണ്ട്, സാധനമൊന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല ബാപ്പ, എല്ലാം തീർന്നില്ല, ഇന്നലെയൊക്കെ തീർന്നില്ല. മക്കൾ മാത്രം ബാക്കിയുള്ളത് 5 ഒട്ടമുണ്ട്. ഞാൻ 2 ഇടത്തിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ വിറ്റിട്ട് അവരോട് അവിടെ നിൽക്കാൻ പറ. ആ വിറ്റ കാശ് കൊണ്ടു കൊടുക്കുന്നത് നല്ല മക്കളാണ്. നല്ല ഉപ്പ പറയുന്നത് അംഗീകരിക്കുന്ന മക്കൾ. മക്കൾ വേറൊന്ന് പറയണത് പോയി നമ്മളെ പിള്ളേരോട് നമ്മളെ പിള്ളേരാകും അവന്റെ ഇപ്പോഴത്തെ മക്കളോട് പറഞ്ഞു കേട്ട മോനെ ഒരു വീടി വാങ്ങി കാരണം നമുക്ക് നടക്കരുത്. എന്നിട്ടോടെ ഉപ്പ ആൾക്കാരെ ഇതിന്റെ സ്വത്തമൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ അറിയാതെ പറയുന്നത്. ഇവിടെ മാത്രം നല്ല പിള്ളേരും കേട്ടോ, ഇങ്ങനത്തല്ലേ ചട്ടുപരിക്കും സ്കൂളൊക്കാനല്ലേ രക്ഷപ്പെട്ടില്ലേ ഉപയോഗിക്കൂ. എത്ര ദിവസമായി പുറക്കെന്ന് പറയുന്നു ഒന്ന് സ്കൂൾ വന്ന് വെക്കാൻ മതി. ഒന്ന് എന്തൊരു കുതിരത്ത് നടന്നത്. 10 മാസം നമ്മൾ അനുഭവിക്കുന്ന അനുഭവം എന്നാ ഒരു പുരക്ക് 1 or 2 പിള്ളേർ സഹിക്കാൻ കഴിയാൻ ഉമ്മ പറയും. ഉപ്പ പിന്നെയും പോട്ട് അങ്ങനെ പറയലില്ലല്ല, ഉമ്മേലി പറയാ ഒന്ന് സ്കൂൾ വന്ന് വെക്കാൻ മതി. സ്കൂൾ വന്ന് ഇവിടെ രക്ഷപ്പെട്ട് നമ്മളെ കുറിച്ച് മാറ്റി സ്കൂളിൽ പിള്ളേർ ഷെറിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തു രക്ഷപ്പെട്ടു. നമ്മുടെ മക്കളെയൊക്കെ അവസാനിയായ മക്കളാക്കി തരുമാറാണ്. ഞാൻ പറയാൻ കാരണം ചില പിള്ളേർ ഭയങ്കര ഷെറാണ് എന്ന് പറഞ്ഞാൽ ഈ മക്കളല്ല, ചില മക്കൾ അല്ലാഹു ഹൈറായ മക്കളെ നൽകിയിട്ടില്ലെങ്കിൽ മാതാപിതാക്കളെ കൂട്ടിയിട്ടു. ജീവനത്തിൽ ദുനിയാവിന്റെ അലങ്കാരമാണ് മക്കൾ. പക്ഷെ ആ അലങ്കാരത്തെ ആഖിറത്തിന്റെ അലങ്കാരമാക്കി മാറ്റാൻ മാതാപിതാക്കൾക്ക് പറ്റുന്നുവെങ്കിൽ അവരാണ് ഉത്തമ കുടുംബം. ആ മക്കളാണ് ഉത്തമ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കളെ ഹൈറായ മക്കളാക്കി തരുമാറാണ്. എത്രയോ പിതാക്കന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞൊരു കേസുണ്ട്. എത്രയോ പിതാക്കന്മാർ വേദികളിൽ ദുആ ചെയ്യണം. എന്റെ മോനെ കൊണ്ട് കള്ളു കുടിച്ചിട്ട് പുറത്ത് സഹിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ദുആ ചെയ്യണം.